ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 മെയ് മാസം 16-ാം തീയതി വ്യാഴാഴ്ച ദിവസം 1799 ഇടവമാസം 2-ാം തീയതി, ഇന്ത്യൻ തീയതി വൈശാഖ മാസം 26-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:07 അസ്തമയം വൈകുന്നേരം 6:30 നാളത്തെ തിഥി നവമി തിഥിയാണ്. നാളത്തെ ഉദ്യാൽപര നക്ഷത്രം മകൻ നക്ഷത്രമാണ്. മകൻ നക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 3:27 മകൻ നക്ഷത്രം അവസാനിക്കുന്ന സമയം വ്യാഴാഴ്ച വൈകുന്നേരം 6:16 അസ്തമയത്തിന് മുമ്പാണ് മകൻ നക്ഷത്രം അവസാനിക്കുന്നത്. മകൻ നക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 3:27 മകൻ നക്ഷത്രം അവസാനിക്കുന്ന സമയം വ്യാഴാഴ്ച വൈകുന്നേരം 6:16 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചിങ്ങക്കുറിൽപ്പെട്ട മകൻ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മകൻ നക്ഷത്രം എന്ന് പറയുന്നത് അസുരഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത വിഷ്ണുവാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ മൃഗം എലിയാണ്, ഭൂതം ജലമാണ്, പക്ഷി ചകോരമാണ്, വൃക്ഷം പേരാലാണ്. ഇവരുടെ ജനനം കേതു ദശയിലാണ്. എല്ലാ മകൻ നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് കേതു ദശാകാലം. മകൻ നക്ഷത്ര ജാതകരെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് വളരെ ബുദ്ധിശക്തി ഉള്ളവരാണെന്നാണ് പറയുന്നത്. അറിവും വിനയവുമുള്ളവരാണ്. ഗുരുഭക്തരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. സ്വന്തം പരിശ്രമം കൊണ്ട് ഉയർന്ന നിലയിൽ എത്തിച്ചേരുമെന്ന് പറയുന്നു. അവസരങ്ങൾ കണ്ടെത്താനുള്ള കഴിവ് ഇവർക്ക് കൂടുതലാണ്. ഉന്നത തലങ്ങളിൽ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളുമായിട്ട് നല്ല അടുപ്പം സ്ഥാപിച്ച് അതിലൂടെ നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ കഴിവുള്ളവരാണ് മകൻ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ചില മകം നക്ഷത്ര ജാതകർ അവരുടെ ജന്മ സമയത്തെ ദോഷം കൊണ്ട് മദ്യപാനത്തിലും മറ്റു തെറ്റായ മാർഗങ്ങളിലുമൊക്കെ ജീവിതം പെട്ടുപോകുന്നുണ്ട് എന്നുള്ള കാര്യവും കൂടി ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്താൽ അതൊക്കെ മാറ്റിയെടുക്കാം. അപ്പോൾ അതും ഈ സമയത്ത് ഞാൻ മകനക്ഷത്ര ജാതകരെക്കുറിച്ച് ഓർപ്പിക്കുന്നു. ഞാൻ എല്ലാ നക്ഷത്ര ജാതകരെയും കുറിച്ച് ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം ഇത് കേൾക്കുന്ന ആ ജാതകർ ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരാണോ കേൾക്കുന്നവർ അവരുടെ ജീവിതത്തിലെ കുറവശങ്ങളെ മാറ്റിയെടുക്കുവാൻ, ദോഷങ്ങൾ പരിഹരിക്കുവാൻ, നല്ലൊരു ജീവിതം അവർക്കുണ്ടാകുവാൻ, അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ എല്ലാ നക്ഷത്ര ദിവസങ്ങളിലും ഈ ജ്യോതിഷം പറയുന്നത് പോലുള്ള കാര്യങ്ങൾ, ഓരോ നക്ഷത്ര ജാതകരുടെയും സ്വഭാവത്തെക്കുറിച്ച് ജ്യോതിഷം പറയുന്നതായ കാര്യങ്ങൾ, അത് നല്ലതിനെ സ്വീകരിക്കുക, കളയേണ്ടതിനെ കളയണം. അപ്പം അതിനുവേണ്ടിയാണ് എപ്പോഴും ഇത് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് കഴിഞ്ഞ മാസം കേട്ടിട്ടുള്ളവർ ഈ മാസം കേൾക്കുമ്പോൾ ചോദിക്കും, എന്തിനാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത്? അത് പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, പുതുതായിട്ട് ഒരാൾ കേട്ടാൽ അവർക്ക് തോന്നുക അപ്പോൾ മദ്യപാനത്തിലും വെറുക്കത്തിലുമായിട്ടാണ് എൻ്റെ ജീവിതം പോകുന്നതെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കാമല്ലോ എന്നുള്ളൊരു ചിന്താഗതി അവരിലുണ്ടാവും. അപ്പോൾ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ച് അവർക്ക് തോന്നും. അങ്ങനെ ഒരു ബോധം അവർക്ക് കിട്ടിയാൽ, ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അവരതിൽ നിന്ന് മാറും. അപ്പോൾ അതിനുവേണ്ടിയാണ് എല്ലായ്പ്പോഴും എല്ലാ മാസവും എല്ലാ നക്ഷത്ര ദിവസങ്ങളിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇത് നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ അനുസരിച്ച് 3 കോടി ജനങ്ങളുണ്ട്. അപ്പോൾ ഒരു നക്ഷത്രത്തിൽ ജനിച്ചവർ ഏകദേശം ഒരു 3 ലക്ഷം പേര് 4 ലക്ഷം പേരെങ്കിലും കാണും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അപ്പോൾ അതങ്ങനെ നോക്കുമ്പോൾ ഈ വീഡിയോ കാണുന്നത് 2500 പേരൊക്കെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ ഇനിയും ബാക്കി എത്രയോ പേർ ഇത് കേൾക്കാൻ കിടക്കുന്നു. അതുകൊണ്ട് സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ബോറടി തോന്നുമായിരിക്കും. എങ്കിലും പുതിയൊരാൾക്ക് അത് കേൾക്കണ്ടേ, അവരും അറിയണ്ടേ. മറ്റൊരു വശം ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മതവിശ്വാസപ്രകാരമുള്ള ആരാധനകൾ അല്ലെങ്കിൽ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനുള്ള ആ പ്രാർത്ഥനാ രീതി എന്നും ഒരു പ്രാർത്ഥനാ രീതി തന്നെയാണ്. ഇപ്പം മഹാദേവനെ നമ്മൾ ഓം നമ ശിവായ മന്ത്രമാണ് എന്നും ചൊല്ലുന്നത്. അപ്പോൾ അതെന്നും നമ്മൾ ചൊല്ലുമ്പോൾ നമുക്കതിനകത്തൊരു ബോറടി തോന്നാത്ത എന്താണ്? നമ്മൾക്ക് നീറുന്ന പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഈ ഓം നമ ശിവായ എന്നും ചൊല്ലുന്നത് ബോറടിയാണ് തോന്നത്തില്ല. അപ്പോൾ അതുപോലെ നീറുന്ന പ്രശ്നങ്ങളിൽ കൂടി കഴിയുന്നവർക്ക് അവരുടെ ജീവിതത്തിലൊരു മാറ്റം വരുത്തുവാൻ ഒരു അവസരം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ എപ്പോഴും
പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ നല്ലതിനെ സ്വീകരിക്കുക, മോശമായതിനെ കളയുക. ഓക്കെ. അപ്പോൾ ഇനി ഈ മകനക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിൽ ഉത്രം, ചിത്തിര, വിശാഖം, ഉത്രട്ടാതി, രോഹിണി എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കണം. ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട്. മകനക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ വളരെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞവരാണ്. സൗന്ദര്യവും വ്യക്തിത്വവും കലാബോധവും ഒക്കെ ഉള്ളവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അവർക്ക് അത് കേൾക്കുമ്പോൾ ഒരു തൃപ്തി ഉണ്ടാകും. അത് നല്ല കാര്യം തന്നെ. എന്നാൽ ഒട്ടുമിക്ക മകനക്ഷത്ര ജാതകരായുള്ള സ്ത്രീകൾക്കും ഈ പറയുന്നത് പോലെയുള്ള മെച്ചമായ ജീവിത സാഹചര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. അവർ രോഗവും ദുഃഖവും പ്രയാസവുമായിട്ടും കഴിയുന്നവരുണ്ട്. അപ്പോൾ അവർ അത് മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ചികിത്സ ചെയ്താൽ അത് വിജയിക്കും. അപ്പോൾ അങ്ങനെ രീതിയിലുള്ള ഉള്ള മാർഗങ്ങളൊക്കെ സ്വീകരിച്ചാൽ ജീവിത വിജയം ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഞാനിതൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്നത് അടുത്ത വിഷയം, ഈ മകനക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യം വന്നു ചേരുന്ന ദശാകാലം എന്ന് പറയുന്നത് കേതു ദശാകാലമാണ്. കേതു ദശാകാലം 7 വർഷമാണ്. എല്ലാവർക്കും 7 വർഷം കിട്ടത്തില്ല. 4 വർഷം, 3 വർഷം, 5 വർഷം, 6 വർഷം, ചിലപ്പം 7 വർഷത്തിന് 1 മണിക്കൂർ കുറവായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായ കാലയളവിലായിരിക്കും വന്നു ചേരുക. അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന മകനക്ഷത്ര ജാതകരുടെ ജീവിതം ഇപ്പോൾ ഏത് ദശാകാലത്തൂടെയാണ് കടന്നു പോകുന്നത് അറിയാൻ വേണ്ടി പതിവ് പോലെ ഞാൻ അതും പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വേണ്ടി, ഒരു കുട്ടിക്ക് മകനക്ഷത്രത്തിൽ ജനിച്ചൊരു കുട്ടിക്ക് 5 വർഷം കേതു ദശാകാലം ഉണ്ടെന്നിരിക്കട്ടെ. 5 വയസ്സ് വരെ കേതു ദശാകാലമായിരിക്കും. പിന്നീട് 20 വർഷം ശുക്രദശാകാലമായിരിക്കും. അപ്പോൾ 20 വർഷം ശുക്രദശാകാലം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ടതായ കാലയളവിൽ കൂടി പോകുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ നേടാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ മകനക്ഷത്ര ജാതകർക്ക് ഉന്നതമായ വിദ്യാഭ്യാസമൊന്നും പലർക്കും നേടാൻ കഴിയുന്നൊരു സമയമല്ല. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം, ഈ ശുക്രദശാകാലം അനുകൂലമാണോ, അതുപോലെ തന്നെ ശുക്രദശാകാലത്ത് നല്ല ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ നേടേണ്ടിയ സമയത്ത് വരുന്ന ആ അപഹാരനാഥൻ്റെ സമയം നല്ലതാണോ, ദശാകാലത്ത് മറ്റുള്ളവരുടെ അപഹാര സമയം വരുമല്ലോ, അപ്പോൾ ആ അപഹാര സമയമൊക്കെ നല്ലതാണോ എന്നൊക്കെ നോക്കിയാനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു വേണം മുമ്പോട്ട് പോകും. എങ്കിൽ മാത്രമേ ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ നേടിയെടുക്കാൻ കഴിയുള്ളൂ ഈ ശുക്രദശാകാലത്ത്. മകനക്ഷത്ര ജാതകരെ സംബന്ധിച്ചുള്ള ഈ സമയത്തൊക്കെ സ്ത്രീകളാണെങ്കിൽ ആ സമയത്തൊക്കെ വിവാഹം നടക്കും. പുരുഷന്മാരാണെങ്കിലും ആ സമയത്തൊക്കെ വിവാഹം നടക്കുവാൻ സാധ്യത, നേരത്തെ വിവാഹം നടക്കുവാൻ സാധ്യതയുള്ള ഒരു 24, 25, 26 വയസ്സൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് വിവാഹം നടക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ ഉന്നതമായ ഒരു ഔദ്യോഗിക പദവിയിലൊക്കെ എത്തിച്ചേരണമെങ്കിൽ അതനുസരിച്ച് ഈ ദശാകാലത്തുള്ള അപഹാരനാഥന്മാരുടെ ദോഷം വല്ലതുണ്ടോ എന്നൊക്കെ നോക്കി അതിനുള്ള പരിഹാരമൊക്കെ ചെയ്ത് വേണം മുമ്പോട്ട് പോകുവാൻ. ഈ ശുക്രദശാകാലം കഴിഞ്ഞാൽ പിന്നെ 25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 6 വർഷം ശുക്രദശാകാലമാണ്. അപ്പോൾ 31 വയസ്സായി. പിന്നീട് 10 വർഷം ചന്ദ്രദശാകാലം 41 വയസ്സായി. പിന്നീട് 7 വർഷം കുജദശാകാലം 48ആയി. പിന്നെ 18 വർഷം രാഹുദശാകാലം 66ആയി. അത് കഴിഞ്ഞാൽ പിന്നെ 16 വർഷം വ്യാഴദശാകാലം 82ആയി. അതിനുശേഷം 19 വർഷം ശനിദശാകാലം അപ്പോൾ 101ആയി. പിന്നീട് 17 വർഷം ബുധദശാകാലം, അങ്ങനെ 118ആയി. അപ്പോൾ ഇങ്ങനെ ഇവരുടെ ദശാകാലം കടന്നു പോകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരുടെ കൈകളിൽ ഗ്രഹനിലയുണ്ടെങ്കിൽ ഗ്രഹനിലയിൽ ജനനശിഷ്ട ദശാകാലം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പ്രായമനുസരിച്ച് അത് കണക്കൂട്ടിയെടുത്താൽ മതി. അതായത് ജനനശിഷ്ട ദശാകാലം ഇപ്പം 3 വർഷമാണെങ്കിൽ 2 വർഷമാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ആ 2 വർഷത്തോടു കൂടി തൊട്ടടുത്ത ദശാകാലമായ 20 വർഷം കൂട്ടിയാൽ അപ്പോൾ 22 വയസ്സുകൊണ്ട് ഈ ശുക്രദശാകാലം തീരും. അങ്ങനെ കണക്കൂട്ടി മനസ്സിലാക്കിയെടുക്കാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് പറഞ്ഞു തരികയാണ്. അപ്പോൾ നിങ്ങൾക്കിനി ഇപ്പോൾ ഏത് ദശാകാലത്തൂടെയാണ് നിങ്ങളുടെ ജീവിതം പോകുന്നതെന്നറിയാൻ വേണ്ടി മറ്റൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അത് സ്വന്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ ദശാകാലം, ഇപ്പോഴത്തെ ദശാകാലം അനുകൂലമല്ലെങ്കിൽ അത് അനുകൂലമല്ലാത്ത എന്തുകൊണ്ടാണ്, ആ അനുകൂലമായ ദശാകാലം വരാത്തത്, അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഒരു ദശാകാലം അനുകൂലമായ ഫലം നൽകാത്തത് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ അപഹാരം നോക്കണം. ആരുടെ അപഹാരത്തുകൂടിയാണ്. ചിലപ്പം 2 വർഷം 3 വർഷമൊക്കെ അപഹാരനാഥന്മാരുടെ സമയം കാണും.
അപ്പോൾ ആ 2 വർഷം 3 വർഷമൊക്കെ മോശമായ സമയമാണെങ്കിൽ അത് ഒരു ദൈവജ്ഞനെ കണ്ട്, ഒരു അസ്ട്രോളജറെ കണ്ട് ആരുടെ അപഹാര സമയമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ ജീവിതം ധന്യമായി തീരും. ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നാളത്തെ നക്ഷത്ര ദിവസം മകൻ നക്ഷത്ര ദിവസമാണ്. ആർക്കൊക്കെ അനുകൂലമായ നല്ല ഫലങ്ങൾ വന്നു ചേരുന്നു എന്നാണ് ചിന്തിക്കാൻ പോകുന്നത്. നാളത്തെ ദിവസം തൃക്കേട്ട, മൂലം, ആയില്യം, പുണർദം, മകരം, അശ്വതി, ഭരണി എന്നീ നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. തൃക്കേട്ട, മൂലം, ആയില്യം, പുണർദം, മകരം, അശ്വതി, ഭരണി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതകൾ ഉത്രാടം, പൂയം, തിരുവാതിര, രോഹിണി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ്. ഉത്രാടം, പൂയം, തിരുവാതിര, രോഹിണി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ബാക്കിയുള്ള നാളുകാരുടെ ജീവിതത്തിൽ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഇനി നാളെ വ്യാഴാഴ്ച ദിവസമാണ്, ശുഭദിനമാണ്, ശുഭഗ്രഹത്തിൻ്റെ ദിവസമാണ്. നാളെ പകൽ സമയത്തെ ശുഭസമയം, പൊതുവായിട്ടുള്ള ശുഭസമയമാണ് എടുത്തു പറയുന്നത്. വ്യക്തിപരമായിട്ടുള്ള ജനിച്ച നക്ഷത്രവുമായി ബന്ധപ്പെട്ടുള്ള ശുഭസമയം കണ്ടെത്തുവാൻ വേണ്ടി, ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി, അതായത് വിവാഹത്തിനോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനോ, കച്ചവടം തുടങ്ങുവാനോ, വ്യാപാരം ചെയ്യുവാനോ, എന്തിനെങ്കിലും അതായത് വിലയേറിയ ജീവിതത്തിൽ പ്രാധാന്യമുള്ള എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനും വേണ്ടി പ്രത്യേകം ശുഭസമയം അത് തയ്യാറാക്കേണ്ടതാണ്. ഇത് പൊതുവായിട്ടുള്ള സമയമാണ്. ഈ പൊതുവായിട്ടുള്ള സമയം വെച്ച് പൊതുവായ രീതിയിൽ ചെയ്യാവുന്നതാണ്. വ്യക്തിപരമായിട്ട് ഇപ്പം വിവാഹം, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്ന സമയം, ഉദ്ഘാടനം അല്ലെങ്കിൽ വ്യാപാരം തുടങ്ങുന്ന സമയം, കച്ചവടം തുടങ്ങുന്ന സമയം, അതിൻ്റെ ശുഭമുഹൂർത്ത സമയം അത് പ്രത്യേകിച്ച് ജനനത്തീയതി, ജനിച്ച സമയമൊക്കെ വെച്ച് അത് കണ്ടുപിടിക്കേണ്ടതാണ്. അത് നേരത്തെ തന്നെ ഈ ഇങ്ങനെയുള്ള ശുഭമുഹൂർത്തങ്ങളൊക്കെ കണ്ടുപിടിക്കണം. ഓടിച്ചെന്ന് ഇപ്പം ഒരു 2-3 ദിവസം കൊണ്ട് ഒരു ശുഭസമയം കുറിച്ച് തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ശുഭസമയം നിങ്ങൾക്ക് ആരെങ്കിലും തന്നാൽ അത് പെർഫെക്റ്റ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് പലപ്പോഴും ജ്യോതിഷത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 10-ാം തീയതി ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പണിയെല്ലാം തീർത്തിട്ടിരിക്കുക, 10-ാം തീയതി ഉദ്ഘാടനം ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ആരെങ്കിലും പറഞ്ഞു സമയം നോക്കിയോ? ഇല്ല, എന്നാൽ ഓടിപ്പോയി സമയം നോക്ക്. ഓടിച്ചെന്ന് ഒരു അസ്ട്രോളജറുടെ അരികെ ചെന്ന് പറയുന്നു 10-ാം തീയതി ഒരു കട ഉദ്ഘാടനം ചെയ്യണം, ഒരു സമയം കുറിച്ച് തരാമോ? അതേ ഒരു സമയം കുറിച്ച് തരും. പക്ഷെ ആ സമയം പെർഫെക്റ്റ് ആകണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 10-ാം തീയതിത്തെ നക്ഷത്രം നിങ്ങൾക്ക് അനുകൂലമായ നക്ഷത്രമാണോ? 10-ാം തീയതിത്തെ ലഗ്നം നിങ്ങൾക്ക് നല്ലതാണോ? നിങ്ങൾ പറയുന്ന സമയം നല്ലതാണോ? ഇതൊന്നും നിങ്ങൾക്കറിയത്തില്ല. അപ്പോൾ അദ്ദേഹം കുറിച്ച് തരും, നിങ്ങളത് വെച്ച് തുടങ്ങും. ചിലപ്പോൾ ഒത്തെങ്കിൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന് പറയുന്നത് പോലെ തന്നെ ചിലപ്പോൾ അത് വിജയിക്കും, ചിലപ്പോൾ അത് പരാജയപ്പെടും. പിന്നീട് പറയുന്നത് എന്താണ്? ജ്യോതിഷം അത് ചുമ്മാ കള്ളത്തരവാ, ജീവിക്കാൻ വേണ്ടി ഇരിക്കുന്നതെന്ന് പറയും. കാരണം അങ്ങനെ ഒരു പുതിയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ വിവാഹം ഇതൊക്കെ നിങ്ങൾ മുന്നമേ കണ്ട് അതിൻ്റെ അനുകൂലമായ സമയമൊക്കെ നല്ല കൃത്യമായ നല്ല സൂപ്പർ ടൈമുണ്ട്. ആ ടൈമൊക്കെ നേരത്തെ തന്നെ നോക്കി വെക്കണം. നേരത്തെ തന്നെ നോക്കി വെച്ചിട്ട് വേണം അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ. മുന്നമേ കാണണം. നമ്മൾ അതിനെക്കുറിച്ച് മുന്നമേ കണ്ട് വേണം ആ സമയമെല്ലാം കുറിപ്പിച്ച് എല്ലാ കാര്യങ്ങളും. ഒരുപാട് ഒരു ശുഭമുഹൂർത്തം കുറിക്കുന്നതെന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ നീണ്ട പ്രയത്നം വേണം. അല്ലാതെ ഓടിച്ചെന്ന് കമ്പ്യൂട്ടറെ നോക്കി എഴുതി തന്നിട്ട് ഒരു കാര്യവുമില്ല. കാരണം അതിനകത്ത് ഒരുപാട് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ നോക്കിയാണ് ആ ശുഭമുഹൂർത്തം കുറിക്കേണ്ടത്. എങ്കിൽ മാത്രമേ അത് സക്സസ് ആകത്തുള്ളൂ. ആ സമയത്ത് തുടങ്ങിയാൽ ആ ഒരു തുടക്കം ഒരുപക്ഷെ ആ വ്യക്തിയുടെയും തലമുറകളുടെയും ജീവിത വിജയത്തിന് ഉപകരിക്കുന്ന ഒരു തുടക്കമാണ്. ചിലപ്പോൾ ലക്ഷങ്ങൾ മുടക്കി, ഓരോരുത്തരൊക്കെ ലക്ഷങ്ങളും കോടികളും മുടക്കി ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നത് പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അവരൊരു അസ്ട്രോളജറെ കണ്ട് നേരത്തെ അതിനെക്കുറിച്ചുള്ളൊരു തയ്യാറെടുപ്പ് നടത്തിയാൽ ആ പ്രസ്ഥാനങ്ങളൊക്കെ വിജയിച്ച് മുന്നോട്ട് നല്ല രീതിയിൽ പോകും. ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു നല്ല സമയം കാണത്തില്ല, കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴായിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ശുഭസമയം കുറിച്ചെടുക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. ഞാൻ ശുഭസമയം കുറിച്ച് കൊടുക്കുന്നുണ്ട്.
താല്പര്യമുള്ളവർ, ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ ഇതിനകത്ത് സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്നെയും സമീപിക്കാം, മറ്റുള്ളവരെയും സമീപിക്കാം. അപ്പം ഞാനതും ഈ കൂടെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്നത് നാളെ പകൽ സമയത്തെ ശുഭസമയം. നാളെ രാവിലെ 6:07 മുതൽ 9:07 വരെ ശുഭസമയമാണ്. അതിനുശേഷം 10:37 മുതൽ 1:37 വരെയും ശുഭസമയമാണ്. ഈ ശുഭസമയം നോക്കി, ഈ പ്രധാനപ്പെട്ട ശുഭസമയം നോക്കി നാളത്തെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. തീർച്ചയായിട്ടും അത് ജീവിത വിജയത്തിന് ഉപകാരപ്പെടും. പൊതുവായിട്ടുള്ള സമയമാണ് എങ്കിലും നമുക്കത് അനുയോജ്യമായൊരു സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം നാളത്തെ ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. 16 നാളത്തെ തീയതി. അതിനെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 7 വരും. ഏതൊരു മാസത്തെയും 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു. സംഖ്യാജ്യോതിഷമാണ് പറയുന്നത്. ഏതൊരു മാസത്തെയും 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതിന് പരിഹാരമായിട്ട് പറഞ്ഞു തരുന്നത് പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി, നല്ല അനുഭവങ്ങൾ വന്നു ചേരും. നിരാശപ്പെടാതെ പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കൂ. ഈ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ അലമാരിയിൽ ഇഷ്ടം പോലെ കാണും, അതെടുത്ത് ഉപയോഗിക്കൂ. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ വന്നു ചേരും. നിരാശപ്പെടാതെ, അല്ല ചെല്ലുന്ന വഴിക്കെല്ലാം കല്ലും തെടിയുമാണെന്ന് നിരാശപ്പെടാതെ നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ നിറങ്ങൾക്ക് മനുഷ്യജീവിതത്തിൽ സ്വാധീനിക്കാൻ കഴിയും. നിറമല്ലേ മനുഷ്യജീവിതത്തിൽ സ്വാധീനിക്കുന്നത്, അല്ലേ? അപ്പോൾ അതെല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരും പറയും കറുപ്പിന് 7 അഴകാണെന്ന് പറയും. പക്ഷേ കറുപ്പിന് 7 അഴകാണെന്ന് പറഞ്ഞാലും കണ്ണിന് ആകർഷണം വരുന്നത് വെളുപ്പാണ്. അതുപോലെ തന്നെ ചെടികളിൽ എത്രയോ ചെടികൾക്ക് വ്യത്യസ്തമായ നിറങ്ങളുണ്ട്. പക്ഷെങ്കിൽ എല്ലാ മനുഷ്യരുടെയും കണ്ണ് ഉടക്കി വലിക്കുന്നത്, നിറങ്ങളുടെ സ്വാധീനം കൊണ്ട് ഉടക്കി വലിക്കുന്നത് റോസ്, മഞ്ഞ അങ്ങനെയുള്ള നിറങ്ങളിലാണ്. സൂര്യകാന്തി പൂവിൻ്റെ നിറം അതുപോലെയുള്ള അതൊക്കെ നമ്മുടെ കണ്ണ് നമ്മളറിയാതെ തന്നെ ഉടക്കി വലിച്ചുകൊണ്ട് നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. അത് നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. അതുകൊണ്ടാണ് ഈ സംഖ്യാജ്യോതിഷം നിറങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നിറങ്ങൾക്ക് സ്വാധീനമുണ്ട്, മനുഷ്യജീവിതത്തിൽ സ്വാധീനമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ OZ എന്നീ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പേരിലുണ്ടെങ്കിൽ അതും നല്ല ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതും മനസ്സിലാക്കുക. നല്ല ഫലങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ OZ എന്നീ അക്ഷരങ്ങൾ. അതും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരോട് ഒരു വാക്ക് പറയട്ടെ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. ജ്യോതിഷം മനുഷ്യൻ്റെ അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടിയുള്ള ഒരു ശാസ്ത്രമാണ്. ആ ഒരു മനോഭാവത്തോടു കൂടി തന്നെ ഞാൻ കാണുക, വിശ്വസിക്കുക, അംഗീകരിക്കുക. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് സമയക്കുറവ് മൂലം കമൻറ്റുകളൊന്നും വായിച്ചു നോക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവർ ക്ഷമിക്കണം. എന്തെങ്കിലും കമൻറ്റുകൾ രേഖപ്പെടുത്തണം എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം നാളെക്കുറിച്ചുള്ള ഒരു അറിവാണ്. നമുക്കത് കേൾക്കാം. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽനാളുകാർ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് അവർ ഈ മെയ് മാസം 1-ാം തീയതി വരെ കാത്തിരുന്നത്. കാരണം കഴിഞ്ഞ ഒരു വർഷക്കാലം അവരുടെ ജീവിതത്തിൽ പലവിധമായ പ്രാരാബ്ധങ്ങളും പ്രതിസന്ധികളും സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് അവരിങ്ങനെ വലഞ്ഞ് ജീവിച്ചൊരു കാലമാണ്. എന്നാൽ കുറച്ച് പേർക്കൊക്കെ അവരുടെ ദശാകാലത്തിൻ്റെ മേന്മ കൊണ്ട് നല്ല സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ ഒട്ടുമിക്ക ആൾക്കാരും വ്യാഴം മാറുമ്പോൾ നല്ല കാലം വരും ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ വ്യാഴം മാറിയിട്ടും അവരുടെ ജീവിതത്തിൽ, കുറച്ച് പേരുടെയൊക്കെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. കുറച്ച് പേരുടെ ജീവിതത്തിൽ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ വരാത്തവർ മനസ്സിലാക്കണം, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ ജനിച്ച സമയത്ത് വ്യാഴം അനുകൂല സ്ഥാനസ്ഥിതിയിലല്ലായിരുന്നു. അതുകൊണ്ടാണ് ഗുണകരമായ അനുഭവങ്ങൾ വരാത്തതെന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, വ്യാഴം ഇപ്പോൾ ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത്. ഇടവൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം ശത്രു ക്ഷേത്രസ്ഥിതനാണ്. അതായത് വ്യാഴം ശുക്രനെ ശത്രുവായിട്ട് കാണുന്നു. ആ ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ജ്യോതിഷം എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്രഹത്തിന് ബലം കിട്ടുന്നത്
ആ ഗ്രഹം നിൽക്കുന്ന രാശിയുടെ അധിപൻ ബലവാനാണോ എന്ന് നോക്കും. ഇപ്പോൾ ഇവിടെ വ്യാഴം വന്ന് നിൽക്കുന്ന മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് വ്യാഴം വന്ന് നിൽക്കുന്നു. വ്യാഴം വന്ന് നിൽക്കുന്ന ഇടവൻ രാശിയുടെ അധിപനായ ശുക്രൻ സൂര്യനുമായിട്ട് ചേർന്ന് ശത്രുതയിലായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ക്ഷേത്രത്തിന് ബലമില്ലാതെ വന്നപ്പോൾ വ്യാഴത്തിനും കാര്യമായ ഒരു ശുഭക്ഷേത്രമാണെങ്കിലും നിൽക്കുന്ന സാഹചര്യം കൊണ്ട്, ചുറ്റുപാടുകൾ കൊണ്ട്, ഇപ്പോൾ ഒരു കലാപരിപാടി ഒരു വ്യക്തി അവതരിപ്പിക്കണമെങ്കിൽ ആ കലാപരിപാടി അവതരിപ്പിക്കുന്ന സ്റ്റേജ് നല്ല മനോഹരമായിരിക്കണം, നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന നല്ല ബലമുള്ള സ്റ്റേജ് ആയിരിക്കണം. അവിടുത്തെ അന്തരീക്ഷങ്ങളെല്ലാം പശ്ചാത്തലമൊക്കെ നല്ലതായിരിക്കണം. അപ്പോൾ ആ കലാകാരന് നല്ല പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ ആ സ്റ്റേജ് മോശമാണെങ്കിലോ ആ കലാകാരന് അവിടെ പരിപാടി അവതരിപ്പിക്കുവാനായിട്ട് കാര്യമായിട്ട് കഴിഞ്ഞെന്ന് വരത്തില്ല. എന്ന് പറഞ്ഞതുപോലെ ആ ഗ്രഹം നിൽക്കുന്ന സ്ഥാനത്തിനും പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ ശുക്രൻ ശത്രുക്ഷേത്ര സ്ഥിതനായതുകൊണ്ട് സൂര്യനും ശുക്രനും എപ്പോഴും ശത്രുക്കളാണ്, പരസ്പരം ശത്രുക്കളാണ്. ആ ശത്രു സ്ഥിതിയിൽ നിന്നതുകൊണ്ട് ഈ നേട്ടമൊന്നും ചിലർക്കൊന്നും വന്നു ചേരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവരുടെ ഗ്രഹനിലയിലും ഈ ശത്രുത ഉണ്ടെന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇപ്പം കുറച്ച് ദിവസത്തേന്, അതായത് 19-ാം തീയതി വരെ കുറച്ച് ദിവസം, 4-5 ദിവസം ഒരു മാറ്റം വരും. ആ സമയത്ത് ഈ വ്യാഴത്തിൻ്റെതായ ഗുണവശങ്ങൾ ലഭിക്കുന്നതാണ് എന്നുള്ള ഒരു പ്രതീക്ഷ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അതിനുശേഷം വീണ്ടും സൂര്യനും ശുക്രനും വ്യാഴവും കൂടിയാണ് ഇടവൻ രാശിയിൽ നിൽക്കുന്നത്. അപ്പോൾ അവിടെയും പിന്നെയും ഒരു മാസക്കാലം ശത്രു നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയാണ് പോകുന്നതെങ്കിലും അവിടെ ബലം വന്നു ചേരുന്നത് ശുക്രനാണ്. കാരണം ശുക്രൻ്റെ സ്വക്ഷേത്രമാണ്, അവിടെ സൂര്യന് വലിയ ബലമില്ല. മേടൻ രാശിയിൽ എന്ന് പറയുന്നത് സൂര്യൻ്റെ ഉച്ചക്ഷേത്രമായിരുന്നു. അപ്പോൾ സൂര്യനാണ് അവിടെ ബലം. പ്രത്യേകിച്ച് ശുക്രൻ മേടൻ രാശിയിൽ നിന്നാൽ ആർക്കും ഒരു ഗുണഫലവും വന്നു ചേരത്തില്ല. സൂര്യൻ്റെ ക്ഷേത്രമാണ്, സൂര്യൻ ഉച്ചനാകുന്ന സൂര്യൻ്റെ ക്ഷേത്രമാണ് മേടൻ രാശി. അപ്പോൾ അവിടെ ബലം ആർക്കായിരുന്നു? സൂര്യനായിരുന്നു. എന്നാൽ ഇടവൻ രാശിയിൽ ആർക്കാണ് ബലം? ശുക്രനാണ് ബലം. അപ്പോൾ വ്യാഴവും ശുക്രനും കൂടി ചേർന്ന് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്താലുള്ള നല്ല ഫലങ്ങൾ 27 നക്ഷത്ര ജാതകർക്കും വന്നു ചേരും എന്നുള്ളത് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോരുത്തരുടെയും കാര്യങ്ങൾ ചിന്തിക്കാം. അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം അവരുടെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ധനനേട്ടം ഉണ്ടാകുന്നൊരു സമയമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. എന്നാൽ വളരെ ശ്രദ്ധിക്കണം, ഒരു വർഷക്കാലമാണ് വ്യാഴം ധനനേട്ടം കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു വർഷം മുഴുവൻ ധനനേട്ടം കൊടുക്കത്തില്ല. അവസാന സമയമൊക്കെ ആകുമ്പോൾ ധനനഷ്ടവും സംഭവിക്കാം എന്നുള്ളതാണ് മേടക്കൂറുകാർക്ക്, അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകളോട് പറയാനുള്ളത്. അപ്പോൾ നാളത്തെ ദിവസം ഇവർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പല കാര്യങ്ങളും ഇവരുടെ പ്രവർത്തന മേഖലയിൽ നാളെ കാര്യവിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ആൺമക്കളാലുള്ള നല്ല അനുഭവങ്ങളും വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. എന്നാൽ പിതാവ് ഇവർക്ക് പൂർണ്ണ സപ്പോർട്ടല്ല. പിതാവ് മുഖേനയുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഇവർ നിലനിൽക്കുന്നുണ്ട്. കുറച്ച് ദിവസത്തേന് അത് മാറിക്കിട്ടും. ഒരു 19-ാം തീയതി വരെ ഇനി പിതാവ് സൈലൻ്റ് ആയിട്ടിരിക്കും. പിതാവുമായിട്ടുള്ള ശത്രുതയൊന്നും ഉണ്ടാകത്തില്ല. 19-ാം തീയതി വരെ പിതാവ് സൈലൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിതാവ് പിന്നെയും ശത്രു തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് ഇവർക്ക് വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടവും അവർക്കുണ്ട്. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം അവർക്ക് നാളെ നല്ല ദിവസമാണ്. അന്യരാൽ മാനിക്കപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ആഭരണം, ധനം എന്നിവയൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. നല്ല ആരോഗ്യമുണ്ട്, സൽപുത്ര ഭാഗ്യമുണ്ട്, പ്രശസ്തിയൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും അവർക്ക് ദാമ്പത്യ ജീവിത സുഖം അത്ര തൃപ്തികരമല്ല എന്നുള്ള കാര്യം കൂടി ആണ് അറിഞ്ഞിരിക്കേണ്ടത്. കാരണം അവരുടെ അഷ്ടമത്തിൻ്റെ അധിപനാണ് അവരുടെ ജന്മരാശിയിൽ നിൽക്കുന്നത്. അപ്പം അഷ്ടമാധിപൻ നിൽക്കുന്നത് കൊണ്ട് അത്ര ദാമ്പത്യ ജീവിത സുഖം മെച്ചമായി ഒന്നും വന്നു ചേരത്തില്ല. സുഖക്കുറവുണ്ടാകും. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഏറെക്കുറെ അനുകൂലമാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ചുള്ള അവർക്ക് തൊഴിൽപരമായ നേട്ടം ഇപ്പോൾ നല്ല സമയമാണ്. അതുപോലെ തന്നെ നാളത്തെ ദിവസം അവർക്ക് ആഭരണം, സ്വർണം ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. ധനം വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർദം മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം പുരുഷ ജാതകന്മാർക്ക് അത്ര ഗുണകരമായ ഒരു ദിവസമല്ല. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചോളം അവർക്ക് വളരെ ഗുണകരമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം. ഭർതൃഭാഗ്യം, സൽസന്താന യോഗം എന്നിവ ഉണ്ടാകുന്നതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചോളം അവർ വലിയ ഗുണവാന്മാരാണെന്നൊക്കെ തോന്നിക്കുന്ന വിധത്തിൽ നടക്കും. പക്ഷേ എങ്കിലും അവരെക്കൊണ്ട് കാര്യമായി ഒന്നും
ചെയ്യാൻ പറ്റുന്നൊരു ദിവസമല്ല. പുത്രഭാഗ്യം ഇവർക്ക് കുറവായിരിക്കും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുമൊക്കെ അവർക്ക് വന്നു ചേരാമെന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ടുള്ളൊരു പ്രത്യേകത. അത് അവരുടെ 12ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള 12ാം ഭാവം എന്ന് പറഞ്ഞാൽ നഷ്ടഭാവമാണ്. അപ്പോൾ നഷ്ടഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങളിലും അവർക്ക് പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനി കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അവർക്ക് ധനനേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ബുദ്ധിശക്തി, ശാസ്ത്രജ്ഞാനം, കൃഷി മുഖേനയുള്ള ആദായം ഒക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ നാളെ ധനപരമായ വരവുണ്ടാകുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ ആ വരവ് ധനനേട്ടം അല്ലെങ്കിൽ ധനവരവ് ബന്ധുമിത്രാദികളുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്നൊരു ദിവസമാണ്. അവരെ സഹായിക്കാൻ മനസ്സ് തോന്നുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് നാളത്തെ ദിവസം ധനപരമായ സഹായം മറ്റുള്ളവർക്ക് ചെയ്യുന്ന, അവരുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ചെയ്യുന്നൊരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. അവരുടെ ധനപരമായ അവസ്ഥ, കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ നല്ല രീതിയിൽ പോകുന്നൊരു ദിവസമാണ്. നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം അവരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. പുതിയൊരു വീടിനെക്കുറിച്ചുള്ള ആലോചന വന്നു ചേരും. ചിലരൊക്കെ നാളത്തെ ദിവസമായിരിക്കും പുതിയ വീടൊക്കെ പേരിൽ ആധാരം ചെയ്യുന്ന ദിവസമായിരിക്കും. അതുപോലെ തന്നെ മാന്യമായ പെരുമാറ്റം, മാന്യമായ തൊഴിൽ, സ്വജനങ്ങളിൽ വെച്ച് അല്ലെങ്കിൽ ബന്ധുക്കളിൽ വെച്ചൊക്കെ അറിയപ്പെടുന്നൊരു വ്യക്തിയായി മാറുന്ന ദിവസം, മറ്റുള്ളവർ ബഹുമാനിക്കുന്ന ദിവസം, ഈശ്വരവിശ്വാസം വർദ്ധിക്കുന്ന ദിവസം, ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന ദിവസം, അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാർ മനസ്സിലാക്കുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാർ മനസ്സിലാക്കുക. നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. ധനപരമായ നേട്ടം, അതുപോലെ തന്നെ പുത്രഗുണം, ആൺമക്കളാലുള്ള നല്ല അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. കീർത്തിയും പ്രശസ്തിയും ഒക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖവും അവർക്ക് നാളത്തെ ദിവസം ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ചതിയിലകപ്പെട്ട് ധനനഷ്ടം, മാനഹാനി എന്നിവ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന സമയമാണ്. വിദേശ ജോലി, വിദേശവാസത്തെക്കുറിച്ചുള്ള താല്പര്യമുണ്ടാകും. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇറങ്ങിത്തിരിച്ച് മറ്റുള്ളവർക്ക് ധനം കൊടുത്ത് ആ ധനം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ കാര്യങ്ങളൊക്കെ ഇടപെടുവാൻ. അതുപോലെ തന്നെ ഭാര്യയ്ക്കോ ഭർത്താവിനോ രോഗം വരുവാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളും കുറവായിരിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം, കേട്ട നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സൗഭാഗ്യം, സന്തതികളെ കൊണ്ടുള്ള നല്ല നേട്ടം, ധനധാന്യ ലാഭം, സൗന്ദര്യവർദ്ധനവ്, ബുദ്ധിശക്തി വർദ്ധനവ്, വിദേശത്ത് ജോലി, വിദേശവാസം, അങ്ങനെ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വൃശ്ചികക്കൂറുകാരൊക്കെ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് വളരെയേറെ പ്രയാസപ്പെട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നവരാണ്. അവർക്കൊക്കെ നാളത്തെ ദിവസം ഒരു മാറ്റം പ്രതീക്ഷിക്കാം. 19-ാം തീയതി കഴിഞ്ഞാണ് അവർക്ക് പൂർണ്ണമായിട്ടുള്ളൊരു നേട്ടം വരികയെങ്കിലും നാളത്തെ ദിവസം അവർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. സൗഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാം. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ, ധനധാന്യ നേട്ടം ഒക്കെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല. രോഗം, കടം, ദുഃഖം, പ്രയാസമൊക്കെ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. പരാതി പറയുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സ്വന്തം അനുഭവത്തെക്കുറിച്ച് പരാതി പറയുവാൻ സാധ്യതയുള്ള ദിവസമാണ്. മാതാവിന് രോഗദുരിതങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അനുകൂലമായ ഒരു ദിവസമല്ല. എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടവും അവർക്ക് ഉണ്ടെങ്കിലും സ്ഥിര ജോലിയും സ്ഥിര വരുമാനം ഉള്ളവർക്ക് അവർക്ക് അതിൻ്റെ രീതിയിൽ പോകുമെങ്കിലും അല്ലാത്തവരെ സംബന്ധിച്ചോളം അത് അത്ര അനുകൂലമായൊരു ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളത് പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അത്ര ഗുണകരമായൊരു ദിവസമല്ല. കാരണം അവരുടെ 12-ാം ഭാവാധിപനാണ്
കാര്യഭാവത്തിൽ നിൽക്കുന്നത്. ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നൊരു സമയമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പലരും ഒരു പക്ഷേ പ്രതീക്ഷയോടുകൂടി ആയിരിക്കും ഈ സമയങ്ങളിലൊക്കെ പല കാര്യങ്ങൾ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്. അതൊന്നും നടക്കാൻ പറ്റുന്നൊരു സമയമല്ല. തൊഴിൽ ഗുണം കാര്യമായിട്ട് വന്നു ചേരുന്നൊരു സമയമല്ല. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും അവർക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവും. ധനപരമായ ക്ലേശമൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം പലതരത്തിൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. വാഹനയോഗം പ്രതീക്ഷിക്കാം. സമ്പത്തും നല്ല വീടും സാഹചര്യങ്ങളും എല്ലാം അനുകൂലമായി വന്നു ചേരുവാൻ നല്ലൊരു ദിവസമാണ്. അവർക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി കാലത്തുട്ടാതി രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം അലസത, കാര്യപ്രാപ്തി കുറവ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. വരുമാനം അനാവശ്യമായിട്ടുള്ള ധനച്ചെലവ് ഉണ്ടാകും. വരുമാനം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവുമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇത്രയുമാണ് നക്ഷത്രഫലമായി പറയുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം പറഞ്ഞ് നിർത്തുകയാണ്. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.